ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്നെ ഓർമ്മയുണ്ടോ? എന്നെ മറന്നിട്ടുണ്ടാവും എല്ലാവരും അല്ലെ. ഞാനൊരു 6 മാസത്തോളമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടലില്ല. മെയിൻ റീസൺ എല്ലാവർക്കും അറിയുണ്ടാവും, ഞാനൊരു ഉമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീവിൻ്റെ വളർച്ചയിൽ ഞാൻ അങ്ങോട്ട് പെട്ടുപോയി. എന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരു 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ 1.5 വയസ്സാവും. ഈ 1.5 വയസ്സാണിനെ വരെ അവൾ മറ്റേ അടങ്ങിയിരിക്കാനൊക്കെ അറിയില്ല. അവളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയപ്പം കുറേ കാര്യങ്ങൾ പുതിയത് പഠിച്ചും ചെയ്തു. അതിൽ പിന്നെ എനിക്ക് റെസ്റ്റ് എന്ന സാധനം വന്നിട്ടില്ല. ഞാനിപ്പോൾ വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല, 1 മാസം ആവണേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ 2 മാസം നിന്ന്, ഈ 2 മാസത്തോളം നിന്നുകൊണ്ട് കുട്ടി പഠിക്കാത്തൊക്കെ കുറേ പഠിച്ചും ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അവൾ ആ ഒരു ഇതിൽ ഞാൻ ഞങ്ങളുടെ ആ ലൂപ്പിൽ പെട്ടുപോയി. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്ട് നിൽക്കുമ്പോഴത്തേന് വേറെ എന്തെങ്കിലും കഴിച്ച് അങ്ങനെ ചെന്ന് മാറിപ്പോ. എനിവേസ് വീഡിയോ എടുക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മാസത്തേക്ക്. ഇനി ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇത് കുറേ മാസത്തിന് ശേഷം എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നല്ല തുടക്കം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ റിയാദിലേക്ക് പോവാണ്. റിയാദിലേക്ക് ഒരു 3 ദിവസത്തിന് പോവാണ്. എൻ്റെയും എക്കാൻ്റെയും ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ കക്ക അവിടെ ഉണ്ട്, അതേപോലെ അളപ്പാരൊക്കെ അവിടെ ഉണ്ട്. കാൻ്റെ അനിയത്തിയും അതേപോലെ ഉമ്മിപ്പം ഇന്നലെ എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും സർപ്രൈസ് ആയി പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവരറിഞ്ഞ്, ഉമ്മിപ്പി അറിഞ്ഞ്, കൻ്റെ സിസ്റ്റർക്കും അളിയനും അറിയനും നമ്മൾ വരുന്നത്. പക്ഷെ മക്കളടുത്തും പറഞ്ഞില്ല, ഉമ്മാൻ്റെ പലയിടത്തും പറഞ്ഞില്ല. പക്ഷെ അവരറിഞ്ഞ്. അപ്പോൾ സർപ്രൈസ് ഒന്നുമല്ല, പക്ഷേ നമ്മൾ സർപ്രൈസ് ആയിട്ട് പോകുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കംബാക്കും അതേപോലെ ഞാനിവിടെ ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞു കണ്ടുണ്ടു നമ്മളുടെ ബാഗ് പാക്കിങ്ങും. ഇത് രണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബാഗ് പാക്കിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. 3 ദിവസത്തേക്കാണ് ആകെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ എടുത്തേക്കാം. ഞാൻ ആകെ 3-4 പെയർ ഡ്രസ്സേ ഞാൻ വെക്കുന്നുള്ളൂ. പക്ഷേ ഈ പകുതി സാധനങ്ങളും എൻ്റെ മോളതാണ്. ലീനുവിന് ഞാൻ കുറേ സാധനങ്ങൾ എടുക്കും, എക്സ്ട്രാ ഞാൻ കുറേ വെക്കലുണ്ട് അവർക്ക്. അപ്പോൾ ഇപ്പോൾ സമയം അത് ആദ്യം പറയാൻ മറന്നു. ഇപ്പോൾ സമയം എത്രയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ, ഇപ്പോൾ സമയം 2:39 നമുക്ക് ശരിക്കും എത്ര മണിക്കാണ്? 3:30 അവിടെ എത്തണം. അവിടെ എത്തണം. 3:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങും വേണം. ഒരു 4 മണി സമയം ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തണം. അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ ബാഗ് പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലീനു ഉറങ്ങുകയാണ്. രാത്രിയാണ് കേട്ടോ സമയം. ലീനു ഉറങ്ങുകയാണ്. അവളെ ഉണർത്തണം, അവളെ റെഡിയാക്കണം, എനിക്ക് റെഡിയാവണം. ഇത്രയും വലിയ ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുക്ക് വീഡിയോയും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് റൂമൊക്കെ നല്ലോണം മെസ്സാണ്, നല്ലൊരു ക്ഷമിക്കുക. പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്യാം. ഇത്രയും ഡ്രസ്സാണ് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മൊത്തം പുറത്തേക്ക് ഇടാനുള്ളതൊന്നുമല്ല. ഇത് 3 ഞാൻ പുറത്തേക്ക് ഇടാനുള്ളതും വരുന്ന അന്ന് ഇടാൻ വേണ്ടിയിട്ടും എടുത്തു വെച്ച ഡ്രസ്സാണ്. ഇതൊക്കെ അയൺ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി നമുക്ക് പെട്ടിയിൽ വെക്കാം. ആൻഡ് ഈ 2 പെയറാണ് ഞാൻ റൂമിൽ വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നർവേഴ്സ് ഓൾറെഡി ഞാൻ പെട്ടിയിൽ വെച്ചു. പിന്നെ മെയിൻ തിങ് ആയിട്ടുള്ള ലീനുവിൻ്റെ ഫീഡിങ് ബോട്ടിൽ, പിന്നെ ഒക്കെ ചെറിയ ജലദോഷം ഉണ്ടെങ്കിൽ ശരി. പിന്നെ ഇതിൽ ലീനുവിൻ്റെ റിബൺ ക്ലിപ്പൊക്കെയാണ്. പിന്നെ ഉള്ള ലോഷന്, ചാർജർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് വേഗം വെക്കാം. അപ്പം ഈ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ശരിക്കും പോയി തിരിച്ചെത്തിയതിൻ്റെ ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത്, വോയിസ് ഓവർ ചെയ്യുന്നതൊക്കെ. അപ്പം ഇതിൽ പുറത്ത് പോകുന്ന ഡ്രസ്സ് കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ആകെ 2 ആകെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. റീസൺ നമ്മൾ എന്നും പുറത്ത് പോകും. അപ്പം പുറത്ത് പോകുമ്പം നമ്മൾ ഫ്രഷായിട്ട് വേഗം പുതിയ ഡ്രസ്സ് ഇടുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ മാറ്റേണ്ട ആവശ്യം വരില്ല. ആൻഡ് ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഈ മേക്കപ്പ് പൗച്ചിൽ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടെടുക്കാറില്ല. കുറച്ച് സാധനമുള്ളൂ. ഒന്ന് സൺസ്ക്രീന്, ക്രാബ്, പിന്നെ എവറി ലുക്കിന് പറ്റിയ 2 ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്സ്. ഒന്ന് ലാക്മേൻ്റെ, ഒന്ന് കംഫി മാറ്റ് എല്ലാവർക്കും അറിയാം. ഈ ലാക്മേയും അടിപൊളി സാധനമാണ്. പിന്നെ ഒരു BB ക്രീം, ഇതും ഹൈലൈറ്ററും. ഈ BB ക്രീം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ കഴിയും. ഈ BB ക്രീമും ഈ ലിപ്സ്റ്റിക്കും ഉണ്ടെങ്കിൽ തന്നെ നല്ല ഫ്രഷ് ലുക്ക് നമുക്ക് എന്തായാലും കിട്ടും. ഈ ഹൈലൈറ്റർ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ബട്ട് അടിപൊളി സാധനമാണ്, ഭയങ്കര ഗ്ലോ തരുന്ന ടൈപ്പാണ്. ആൻഡ് ഒരു മെബിലൈൻ്റെ ഒരു ഐലൈനർ. ഇത്രയും എനിക്ക് ഒരു എവറിഡേ ലുക്കിന് മതി. ഇതേ ഞാൻ യൂസ് ചെയ്യാറേ ഉള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഞാൻ ആദ്യം കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ അങ്ങനെ കുറേ സാധനമൊന്നും കൊണ്ടുപോയില്ല. ബട്ട് നമ്മൾ വലിയ ഫംഗ്ഷന്, സ്പെഷ്യൽ ഡേയ്സിനൊക്കെ ഞാൻ ഫൗണ്ടേഷന്, ബ്ലഷ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇടും. ഇടയ്ക്ക് എനിക്ക് ബ്ലഷ് ഇടാം അഥവാ ഭയങ്കര പൂതി വരികയാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് കുറച്ചിടും. പിന്നെ ഈ കുറേ സാധനങ്ങൾ അധികം ഞാൻ ലീനുവിൻ്റെ ആണ് എടുക്കൽ കുറേത്. കാരണം എനിക്ക് അവൾക്ക് എന്തുകൊണ്ടായാലും തികയില്ല എന്നുള്ള ടെൻഷൻ. എനിക്ക് തോന്നുന്നത് എല്ലാ ഫസ്റ്റ് മോമിനും ഇതൊക്കെ ഉണ്ടാവുന്ന. പിന്നെ അങ്ങോട്ട് ശീലാവില്ല തോന്നുന്നുണ്ട്. മെയിനായിട്ട് അവളെ ബോട്ടിൽ വാഷർ, അങ്ങനെ കുറേ സാധനങ്ങളാണ് ഞാൻ
മെയിനായിട്ട് എടുക്കൽ. പിന്നെ ഡ്രസ്സ് ഞാൻ ഒരു ഇപ്പം 3 ദിവസത്തിന് എത്ര പെയർ വേണോ അതിലും ഞാൻ 2 എണ്ണം എക്സ്ട്രാ എടുക്കലുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറേ ഡ്രസ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലീൻ്റെ അവളത് ഈ വീട്ടിൽ നിന്ന് ഇടുന്നതും പുറത്തു പോകുന്നതിനൊക്കെ ഞാൻ എക്സ്ട്രാ വെക്കുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സിൽ എന്തെങ്കിലും ആയാൽ പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ പാക്കിങ് സ്റ്റൈലാവും. ഞാൻ കുറച്ചധികം ഓവർ പാക്കിൻ്റെ ആളാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് പിന്നെ സലീന്, ഇത് നെയ്സൽ ഡ്രോപ്പാണ്. ലീനുവിന് നല്ല ജലദോഷം ഉണ്ടായതുകൊണ്ട് ഇതും കൂടെ ഞാൻ വെച്ച്, വേറെ ഇങ്ങനെ പ്രത്യേകിച്ച് മെഡിസിനൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇക്കാൻ്റെ സിസ്റ്റർ ഉണ്ട് അവിടെ. സിസ്റ്ററിൻ്റെ 2 മക്കളുണ്ട്, ചിന്നെ അമ്മും ഹാനും. അമ്മ അത്യാവശ്യം വലുതായതാണ്, ഹാനും അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഡ്രസ്സ് ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് അമ്മുവിൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു പിൻട്രസ്റ്റി ഡ്രസ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് ജെൻസിൻ്റെ അത്ര കളക്ഷനൊന്നും എനിക്കറിയില്ല. ഇക്കൊക്കെ ഞാൻ അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇക്കൊക്കെ ഞാൻ ഷർട്ട് എടുക്കലുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഷർട്ട് എടുക്കലില്ല, ഒക്കെ കണ്ട് ഇഷ്ടത്തിന് തന്നെ എടുക്കണം. അപ്പം ഹാനുവിന് ഈ ഒരു ഷർട്ട് ഞാൻ എടുത്തതാണ്. ആൻഡ് ഈ ഒരു ഹാനുവിന് ഈ ടീഷർട്ട് പ്ലസ് ഷർട്ട് വരുന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു മിക്കി മൗസിൻ്റെ ഉള്ളിൽ ടീഷർട്ട് വരുന്ന ഷർട്ട് ഇക്കെടുത്ത്, ഇത് 2 ഇക്കെടുത്ത്. നമുക്ക് ഗേൾസിന് കുറേ കളക്ഷൻ ഉണ്ടാവും. ഞാൻ ലീനുവിന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഡ്രസ്സാണ്. ഞാൻ അമ്മൂന് ഫസ്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു നല്ല അടിപൊളി ടോപ്പാണ്. ഇത് എനിക്ക് വരെ സൈഡ് കലമ്പോലായിരിക്കും മിണ്ടത്തിൽ ഞാൻ വൃത്തിയാക്കുന്ന സമയം. അല്ലേ, ഈ ടോപ്പ് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടീഷർട്ട് ഇടാം. പക്ഷേ ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലേക്ക് ഞാൻ വാങ്ങിച്ചത് ഇവിടുത്തെ ടച്ച് ചെയ്യുന്ന ഒരു സ്കേർട്ട്. ഈ സ്കേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, മെയിനായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മാത്രമല്ല എടുക്കാൻ പോയത്, ഇതിൻ്റെ കൂടെ ബാബി ഉണ്ടായിരുന്നു. അപ്പം ബാബിക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇത് പേരയിൽ ഈ ടീഷർട്ടും പിന്നെ ഈ സ്കേർട്ടും നമുക്ക് ഇങ്ങനെ ഇത് പേരയിൽ ഇതിലേക്ക് ഞാൻ 2 ആക്സസറീസും വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു. പിന്നെ ഞാൻ ആ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ആക്സസറീസ് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്നുമില്ല, ആകെ 2 ആക്സസറി. എനിക്ക് തോന്നുന്നു 2 എണ്ണം മതി. പിന്നെ ബാംഗിൾസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്ന് ഈ ചെയിനാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഇവിടെ ഒരു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഡ്രസ്സ് എടുക്കാൻ പോയ അവിടെ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്മൽ വരുന്നുണ്ട്, അത് ഞാൻ കണ്ടില്ലേനു. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവേ. ആൻഡ് പിന്നെ ഞാൻ ഒരു ഇയറിങ്സിൻ്റെ സെറ്റ്. ഇത് 2ആണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. കാരണം എനിക്ക് തോന്നുന്നത് ഇത്രയും കുറച്ച് എടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് അടിപൊളി ലുക്ക് നമുക്ക് കിട്ടുന്നു. പിന്നെ ഞാൻ ബില്ല് ചെയ്യാൻ മാക്സിൻ്റെ അവിടെ പോയപ്പം ഒരു ജേർണൽ സെറ്റ് പോലെ ഒരു ഡയറി കണ്ടപ്പം ഇതും കൂടെ എടുത്ത് ഇത്രയാണ് ഞാൻ ആകെ മൊത്തത്തിൽ ഞാൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാനുവിൻ്റെയും അമ്മുവിൻ്റെയും ഡ്രസ്സ് ഇത് മാത്രമേ ഞാൻ മെയിനായിട്ട് എടുത്തത്. ആൻഡ് ഈ ഡ്രസ്സ് ഞാൻ ഒന്നും കൂടി കാണിക്കുക. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡ്രസ്സാണ്. ഇത് അത്യാവശ്യം ഞാൻ സ്പീഡിൽ കാണിക്കുന്ന വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ. ഈ കളർ കോംബോയും ഈ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഇതിങ്ങനെ ഡ്രസ്സ് ചെയ്ത് അടിപൊളിയാവും. അതിലേക്ക് ഈ കമ്മലിൽ ഏതെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ഇതിത്തെ ഇയറിങ്സ് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഈ ചെയിൻ ഇതിലേക്ക് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ ജനറൽ സെറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഹാനുവിൻ്റെ ഷർട്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ടീഷർട്ടും വരുന്നുണ്ട്. ഇത് 2ഉം സെപ്പറേറ്റ് ആയിട്ടും യൂസ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഷർട്ട് ഇതാണ് ഞാൻ മൊത്തത്തിൽ അവർക്ക് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതും കൂടി ഞാൻ മടക്കിയിട്ട് പെട്ടിയിലേക്ക് വെച്ചു. ആൻഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ ആകെ കൊണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ സാധനങ്ങൾ എല്ലാം കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ 3 o'clock ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ആൻഡ് that's it. പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് 3 ദിവസത്തിനായതുകൊണ്ട് ഈ ഒറ്റ പെട്ടിയിൽ എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ പാക്കിൻ്റെ ആളാണ്. അപ്പം ഇതന്നെ എനിക്ക് കുറേ ഓവറാണ്. എനിക്കറിയാം വലിയ 2-3 ഡ്രസ്സ് എന്തായാലും ലീനുവിൻ്റെ കൊണ്ട് കൊണ്ടുപോയി. ഇന്നത് കറക്റ്റാവും, ലീനുവിൻ്റെ കൂടുതൽ ഞാൻ എടുക്കും. അപ്പം ഇതിലിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇക്കാൻ്റെ പെട്ടിയൊക്കെയും കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് വേഗം ഫ്രഷ് ആയിട്ട് പോവാം. ഇതിലേക്ക് ഇനിയും ഞാൻ 2 സാധനം ആക്കാൻ പാടും. ഒന്ന് മോയ്സ്ചറൈസറും പിന്നെ ലീനുവിൻ്റെ ഷോക്സും. ഇതും കൂടി വെച്ചാൽ ഇത് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇനി ഞാൻ നിങ്ങളെ പറ്റിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഞാൻ കുഴപ്പമില്ലാത്ത ഡേയ്സിൽ ഞാൻ വീഡിയോസ് ഇടും. കുഴപ്പമില്ലാണ്ട് ഞാൻ വളരെ പെട്ടെന്ന് വീഡിയോസ് ഇടും. ഒന്നാമത് മോളെ കൂടെ നടക്കുന്നതും എല്ലാം കൂടി അങ്ങോട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഞാൻ ഭയങ്കര പ്രോ ആയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും കുറേയൊക്കെ ഞാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക്
ഇനി റിയാദിലെത്തിയിട്ടും അതേപോലെ പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഇൻസ്റ്റയിലും ഒന്ന് പോയി ഫോളോ ചെയ്യും. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് റീൽ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഷോർട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിലും കൂടി ഇടാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.